ഹായ് ഫ്രണ്ട്സ്, ഫ്രണ്ട് ഓപ്പണും കോളറുമായിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ആദ്യമായി തുണി 4ആയി മടക്കി ലെങ്ത്ത് അടയാളപ്പെടുത്തുക. കോളറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ നേർപകുതി എടുത്ത് ഷോൾഡറും അടയാളപ്പെടുത്തുക. ഞാൻ 7.5 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തിയത്. ഷോൾഡർ അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്ക് 7 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു. കൈക്കുഴിയുടെ താഴേക്ക് ഒരു 7 ഇഞ്ചിൽ ഷേപ്പിന് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് താഴേക്ക് ചെരിച്ച് തുണിയുടെ വീതി ഫുള്ള് എടുക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്തു. ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം കഴുത്തകലം അടയാളപ്പെടുത്താം. കഴുത്തിറക്കം ഞാൻ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കോളറാണല്ലോ വെക്കേണ്ടത്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2.5 ഇഞ്ച് കഴുത്തിറക്കം മതിയാവും. ഇനി നമുക്ക് അടയാളപ്പെടുത്തിയ ഭാഗം മുറിച്ച് മാറ്റിയെടുക്കാം. കഴുത്ത് ഇപ്പം മുറിക്കുന്നില്ല, കാരണം നമുക്ക് ബേക്ക് വശത്തിൻ്റെ കഴുത്ത് ഇറക്കുന്നില്ല. കോളറായതുകൊണ്ട് തന്നെ ബേക്ക് വശം ഇറക്കണ്ട. ഫ്രണ്ട് വശവും ബേക്ക് വശവും മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് വശം കഴുത്ത് നമുക്ക് മുറിച്ചെടുക്കാൻ. തന്നെയല്ല, ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി മുറിച്ചെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ ഒരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. അതുകൂടി കട്ട് ചെയ്ത് മുറിച്ച് മാറ്റാം. ഇനി ബാക്കിയുള്ള തുണി നമുക്ക് ടോപ്പിൻ്റെ താഴ്വശത്ത് ഫ്രില്ല് ചെയ്യാനായി തുണി വേണം. അതിനുള്ള തുണി ഒരു 5.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായി നീളത്തിൽ 2 ഇഞ്ച് വീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഫ്രണ്ടിൽ പടി പിടിപ്പിച്ചെടുക്കുക വേണ്ടത്. കൂടാതെ ഒരു 3.5 ഇഞ്ച് വീതിയിലാണ് കോളറിന് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചേക്കണേ. ഈ ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഫ്രില്ലിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്ക് കോളറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 2 വള്ളിയും കൊടുത്ത് കെട്ടാനായി കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ചെറിയ ഒരു പഫും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തും 2 ഞുറിയിട്ട് പഫ് ചെയ്തെടുത്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്തേക്കണേ. ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.